ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 7th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റിലെ യൂണിറ്റ് 2 ഇമാജിനേഷനിലെ എ ഡോൾസ് ജേർണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അനക്ഡോട്ടാണ്. So in page number 36, we can see that look at the following pictures and read the captions below. I love my doll very much. എനിക്കെൻ്റെ ഡോളിന് എന്താണ് വളരെ ഇഷ്ടമാണ്. I give my doll a bath every day. ഞാൻ എന്താണ് ഡെയിലി എൻ്റെ ഡോളിനെ കുളിപ്പിക്കും. I feed my doll regularly. ഞാൻ എന്താണ് എൻ്റെ ഡോളിന് കറക്റ്റായിട്ട് ഭക്ഷണം കൊടുക്കും. I read my doll interesting stories. ഞാൻ എൻ്റെ ഡോളിന് എന്താണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥകൾ പറഞ്ഞു കൊടുക്കും. I play with my doll in the evening. ഞാൻ എൻ്റെ ഡോളുമായിട്ട് എന്താണ് വൈകുന്നേരങ്ങളിൽ കളിക്കും. I lull my doll to sleep at night. ഞാൻ എൻ്റെ ഡോളിനെ താരാട്ട് പാടിയിട്ട് ഉറക്കും. ഇമേജിൻ യു ഹാഡ് എ ഡോൾ അറ്റ് ഹോം. ഹൗ ഡിഡ് യു ടേക്ക് കെയർ ഓഫ് ഇറ്റ്? എന്താ പറയണേ? ഇതുപോലൊരു ഡോൾ എന്താണ് നിങ്ങൾക്ക് വീട്ടിലുണ്ടെന്ന് ഇമേജിൻ ചെയ്യുക. ഹൗ ഡിഡ് യു ടേക്ക് കെയർ ഓഫ് ഇറ്റ്? അതിന് എങ്ങനെയൊക്കെയാണ് നിങ്ങൾ പരിപാലിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് എഴുതേണ്ടത്. ഓക്കെ. So in the next page we can see here is an anecdote about a girl and her doll. Anecdote പറഞ്ഞാൽ എന്താ? സ്റ്റോറി അബൌട്ട് റിയൽ ഇൻസിഡൻറ്റ് ഓർ പേഴ്സൺ. ഓക്കെ, സംഭവ കഥ. ഓക്കെ, സോ ഇവിടെ എന്താണ്? സ്റ്റോറി ഓഫ് എ ഗേൾ ആൻഡ് ഹെർ ഡോൾ. ദ ജർമ്മൻ റൈറ്റർ ഫ്രാൻസ് കഫ്ക പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഇറ്റ്. എന്താണ്? നമ്മളെ റൈറ്റർ ആയിട്ടുള്ള ഫ്രാൻസ് കഫ്കക്ക് എന്താണ് ഈ ഒരു സ്റ്റോറിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് തന്നെ ഉണ്ട്. ഇറ്റ് ഹാസ് ഓൾസോ അപ്പിയർഡ് ഇൻ ഹിസ് ബയോഗ്രഫി. ഈ ഒരു സ്റ്റോറി എന്താണ് അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിയിലും വന്നിട്ടുണ്ട്. എ ഡോൾസ് ജേർണി. ഇറ്റ് വാസ് എ സാറ്റർഡേ ആഫ്റ്റർനൂൺ. കഫ്ക വാസ് വാക്കിംഗ് ത്രൂ എ പാർക്ക് ഇൻ ബെർലിൻ. അന്നത്തെ ദിവസം എന്തായിരുന്നു? സാറ്റർഡേ ആഫ്റ്റർനൂൺ. കഫ്ക എന്താണ് ബെർലിനിലെ ഒരു പാർക്കിലൂടെ നടക്കുകയായിരുന്നു. ഹി മെറ്റ് എ ഗേൾ ഹു വാസ് ക്രൈങ് ബിക്കോസ് ഷി ഹാഡ് ലോസ്റ്റ് ഹെർ ഫേവറേറ്റ് ഡോൾ. ആ ഒരു ടൈമിൽ നമ്മളെ കഫ്ക എന്താ കാണുന്നത്? ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി എന്താണ് കരയുന്നുണ്ടായിരുന്നു. കാരണം എന്താ? അവൾക്ക് അവളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഡോള് നഷ്ടപ്പെട്ടു. കഫ്ക ജോയിൻഡ് ഹെർ ഇൻ സെർച്ചിങ് ഫോർ ദ ഡോൾ അൺസക്സസ്ഫുള്ളി. എന്താണ്? കഫ്ക ആ ഡോളിനെ തിരയാൻ വേണ്ടിയിട്ട് ആ കുട്ടിനെ സഹായിച്ചു, അല്ലെങ്കിൽ എന്താണ് കൂടെ ചേർന്നു, ആ കുട്ടീൻ്റെ കൂടെ ചേർന്നു. പക്ഷെ എന്താണ്? വിജയിച്ചില്ല, അവർക്കത് കണ്ടെത്താനായില്ല. ഹി കൺസോൾഡ് ഹെർ. അയാൾ എന്താണ്? കഫ്ക എന്താണ് ആ ഒരു പെൺകുട്ടിനെ ആശ്വസിപ്പിച്ചു. ഹി ഓൾസോ പ്രോമിസ്ഡ് ഹെർ ദാറ്റ് ഹി വുഡ് മീറ്റ് ഹെർ ദ നെക്സ്റ്റ് ഡേ ടു കണ്ടിന്യൂ ലുക്കിംഗ് ഫോർ ദ ഡോൾ. എന്താണ് പ്രോമിസ് ചെയ്തത് കഫ്ക? ഹി വുഡ് മീറ്റ് ഹെർ ദ നെക്സ്റ്റ് ഡേ ടു കണ്ടിന്യൂ ലുക്കിംഗ് ഫോർ ദ ഡോൾ. അയാൾ എന്താണ് നെക്സ്റ്റ് ഡേ നമ്മൾ ഈ ഗേളിന് എന്താണ് ഈ സെയിം സ്ഥലത്ത് മീറ്റ് ചെയ്യും. എന്തിന്? ഈ ഒരു ഡോളിനെ തരാൻ വേണ്ടിയിട്ട്. ദ നെക്സ്റ്റ് ഡേ ദ മെറ്റ് അറ്റ് ദ പാർക്ക് ഇൻ ദ ഈവനിങ്. അങ്ങനെ നെക്സ്റ്റ് ഡേ എന്താണ് കഫ്കയും ആ ഗേളും എന്താണ് സെയിം പാർക്കിൽ ഈവനിങ് മീറ്റ് ചെയ്യാണ്. ഓക്കെ. ആഫ്റ്റർ സെർച്ചിങ് ഫോർ സം ടൈം കഫ്ക പ്രിറ്റൻഡഡ് ദാറ്റ് ഹി ഫൗണ്ട് എ ലെറ്റർ അണ്ടർ എ ബെഞ്ച് ഇൻ ദ പാർക്ക്. കുറച്ച് ടൈം എന്താണ് അവിടെ ഇവിടെയൊക്കെ സെർച്ച് ചെയ്തതിന് ശേഷം കഫ്ക എന്താണ് ആ കുട്ടീനെ മുന്നിൽ അഭിനയിക്കുകയാണ്. അയാൾക്കൊരു ലെറ്റർ എന്ത് ചെയ്തു? കിട്ടി. അയാൾക്ക് ആ ബെഞ്ചിൻ്റെ അടിയിൽ നിന്ന് ഒരു ലെറ്റർ കിട്ടിയെന്ന് പറഞ്ഞിട്ട് അഭിനയിക്കുകയാണ്. ഓക്കെ. ഹി ഗേവ് ദ ലെറ്റർ ടു ദ ഗേൾ. അയാൾ എന്താണ് ആ ലെറ്റർ ആ പെൺകുട്ടിക്ക് നൽകി. കഫ്ക ഹാഡ് പ്രിപ്പയർഡ് ദ ലെറ്റർ വിച്ച് വാസ് മീൻ ടു ബി ഫ്രം ദ ഡോൾ. ഈ ഒരു ലെറ്റർ ആരെഴുതിയതാണ്? ഡോൾ എഴുതിയതാണോ? അല്ല, കഫ്ക എന്താണ് സ്വന്തം ഡോളിൻ്റെ രീതിയിൽ എന്താണ് എഴുതിയതാണ്. ഡോളാണ് എന്നുള്ള രീതിയിൽ എഴുതിയതാണ്. ഡോണ്ട് വെറി അബൌട്ട് മീ ദ ലെറ്റർ സെഡ്. ആ ലെറ്ററിൽ എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഡോണ്ട് വെറി അബൌട്ട് മീ, എന്നെക്കുറിച്ച് എന്താണ് വിഷമിക്കണ്ട. ഐ ആം ഓൺ എ ട്രിപ്പ് അറൗണ്ട് ദ വേൾഡ്. ഞാൻ എന്താണ് ഈ ലോകം ചുറ്റി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഈസ് റിയലി എക്സൈറ്റിംഗ്. ഇതെന്താണ് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. ഐ വിൽ ടെൽ യു എവറിത്തിങ് വെൻ ഐ ആം ബാക്ക്. ഞാൻ തിരിച്ചു വരുമ്പോൾ എന്താണ് ഞാൻ എല്ലാം പറയാം. ദ ഗേൾ കണ്ടിന്യൂഡ് ടു റിസീവ് ലെറ്റേഴ്സ് ഫ്രം ദി ഡോൾ. ഗേളിന് എന്താണ് ആ പെൺകുട്ടിക്ക് എന്താണ് ലെറ്റേഴ്സ് കിട്ടിക്കൊണ്ടേയിരുന്നു. ഷി റോഡ് അബൌട്ട് ഹർ അഡ്വെഞ്ചേഴ്സ് ഇൻ ഡീറ്റെയിൽസ്. ആ യാത്രയിലെ ആ ഒരു സാഹസിക യാത്രകളെ കുറിച്ചൊക്കെ എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഒരു ലെറ്റേഴ്സിൽ എഴുതിയിരുന്നു. ദ ലെറ്റേഴ്സ് ഡിലൈറ്റഡ് ദ ഗേൾ. ആ ലെറ്റേഴ്സൊക്കെ കാണുമ്പോൾ എന്താണ് നമ്മൾ ഈ ഒരു പെൺകുട്ടി ഭയങ്കര സന്തോഷിക്കുകയാണ്. This went on for some time, but Kafka noticed that the girl was becoming moody as days passed. ഇതെന്താണ് കുറച്ച് ദിവസം ഇങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരുന്നു. പിന്നീട് എന്താണ് കഫ്ക എന്താണ് നോട്ടീസ് ചെയ്യാണ്. ദ ഗേൾ വാസ് ബിക്കമിങ് മൂഡി ആസ് ഡേയ്സ് പാസ്ഡ്. ദിവസം കൂടുന്നിടത്തോളം എന്താണ്
നമ്മൾ ഈ ഒരു പെൺകുട്ടി എന്താണ് വിഷമിക്കുകയാണ്, ആ ഒരു ഡോളിനെ തിരിച്ച് കിട്ടാത്തതിൽ എന്താണ് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷി ബാഡ്ലി വാണ്ടർ ഹെർ ഡോൾ ടു കം ബാക്ക്. എന്താണ് അവൾക്ക് ആ ഒരു ഡോൾ എന്താണ് തിരിച്ചു വരണം എന്നാണ്. ആൻഡ് കഫ്ക ഫെൽ ദാറ്റ് ഹി കുഡ് നോട്ട് മേക്ക് അപ്പ് ലെറ്റേഴ്സ് ഇൻഡെഫിനിറ്റ്ലി. പിന്നീട് എന്താണ് കഫ്കക്ക് മനസ്സിലാവാണ് ഇനി എന്താണ് ഈ ഒരു കുട്ടീൻ്റെ ഈ ഒരു വിഷമത്തെ നികത്താൻ എന്താണ് ആ ഒരു അവസാനമില്ലാത്ത ലെറ്റേഴ്സ് എഴുതിയിട്ട് കാര്യമില്ല എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു വിഷമത്തെ കോമ്പൻസേറ്റ് ചെയ്യാൻ ഈ ലെറ്റേഴ്സ്, ഈ ഒരു അവസാനമില്ലാത്ത ലെറ്റേഴ്സിന് എന്താണ് കഴിയില്ല എന്നുള്ളത് കഫ്ക മനസ്സിലാക്കുകയാണ്. ഫൈനലി ഹി ഫൗണ്ട് ഔട്ട് എ വേ. അവസാനം എന്താണ് കഫ്ക അതിനൊരു വഴി കണ്ടെത്താണ്. There were no letters for some days. കുറച്ച് ദിവസത്തിന് എന്താണ് ലെറ്റേഴ്സ് ഒന്നും വന്നില്ല. Then one day Kafka told the girl that the doll was engaged to be married. അങ്ങനെ ഒരു ദിവസം കഫ്ക ആ ഒരു പെൺകുട്ടിനോട് പറയാണ് the doll was engaged to be married. ആ ഡോളിൻ്റെ എന്താണ് കല്യാണത്തിന് വേണ്ടിയിട്ട് നിശ്ചയിച്ചിട്ടുണ്ട് അല്ലേ, കല്യാണം നിശ്ചയിച്ചിട്ടുണ്ട്. He had met her while on a trip to another part of the country. കഫ്ക ഈ ഒരു ഗേളിനോട് പറയാണ് എന്താ he had met her while on a trip to another part of the country. വേറൊരു കൺട്രിയിലേക്ക് പോയപ്പോൾ എന്താണ് ഈ ഒരു ഡോളിനെ ഞാൻ മെറ്റ് ചെയ്തു, കണ്ടുമുട്ടി എന്ന് പറയാണ്. കഫ്ക ഓൾസോ ടോൾഡ് ഹർ ദാറ്റ് ഷി ഹാഡ് ഈവൻ ഇൻട്രൊഡ്യൂസ്ഡ് ഹിം ടു ദ യങ് മാൻ ഷി വാസ് ഗോയിങ് ടു മാരി. പിന്നീട് കഫ്ക എന്താ പറഞ്ഞത്, ആ ഒരു ഡോള് കല്യാണം കഴിക്കാൻ പോകുന്ന യങ് മാനിന് എന്താണ് കഫ്കക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു, പരിചയപ്പെടുത്തി കൊടുത്തു എന്ന് പറയാണ്. ഷി വാസ് സോറി ദാറ്റ് ഷീ കുഡ് നോട്ട് റൈറ്റ് ലെറ്റേഴ്സ് ഫോർ സം ടൈം. പിന്നെ കഫ്ക ഈ ഒരു പെൺകുട്ടിനോട് പറയാണ് അവൾക്കും ഭയങ്കര വിഷമമുണ്ട് ഈ ഒരു തിരക്കിലൊക്കെ പെട്ടുകൊണ്ട് ലെറ്റേഴ്സ് എഴുതാൻ പറ്റാത്തതിൽ. ഷീ പ്രോമിസ്ഡ് ദാറ്റ് ഷീ വുഡ് ബി റൈറ്റിംഗ് as soon as the preparation for the wedding were over. She promised that she would be writing as soon as the preparation for the wedding were over. ആ ഡോൾ എന്താണ് ഉറപ്പ് നൽകുകയാണ്, എന്ത് വെഡിങ്ങിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ തീർത്ത് കഴിഞ്ഞാൽ എന്താണ് ഉടനെ തന്നെ ലെറ്റർ എഴുതാന്നുള്ളത് ഉറപ്പ് നൽകുകയാണ്. ദ ഗേൾ വാസ് ഹാപ്പി ടു ഹിയർ ഫ്രം ഹെർ ഡോൾ. ഗേൾ എന്താണ് ഭയങ്കര ഹാപ്പിയായി ഈ ഒരു കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ അല്ലേ, ഡോള് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഈ ഗേൾ എന്താണ് ഭയങ്കര ഹാപ്പിയായി. ബട്ട് ഷീ വണ്ടേർഡ് വെൻ ഷീ വുഡ് ബി ഏബിൾ ടു സീ ഹെർ അഗെയിൻ. പിന്നെയും എന്താണ് ഈ ഒരു പെൺകുട്ടി ചിന്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്, വെൻ ഷീ വുഡ് ബി ഏബിൾ ടു സീ ഹെർ അഗെയിൻ. എനിക്ക് എപ്പോഴാണ് എൻ്റെ ഡോളിനെ മീറ്റ് ചെയ്യാൻ പറ്റുക, ഇനിയും കാണാൻ പറ്റുക എന്നുള്ളത് ചിന്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.